നമ്മുടെ നാട്ടിൽ കല്യാണമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കല്യാണം നടക്കുകയും കാര്യങ്ങളൊക്കെ മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് എവിടെയോ ഒരു അനാവശ്യമായ പ്രാധാന്യം ആണിൻ്റെ വീട്ടുകാർക്കുള്ളത്. ആണിൻ്റെ വീട്ടുകാർ വരുമ്പോൾ പ്രത്യേകമായിട്ടൊരു പരിഗണന, ആണിൻ്റെ ആൾക്കാർ വരുമ്പോൾ പ്രത്യേകമായിട്ടൊരു ഭക്ഷണം ഒരുക്കൽ, എല്ലാം ആണിൻ്റെ വീട്ടുകാർക്ക് ഒരു പ്രത്യേകത. പെണ്ണിൻ്റെ വീട്ടുകാർ പോകുമ്പോൾ ആ ഒരു പരിഗണന തിരിച്ചുണ്ടാകുന്നില്ല എന്നുള്ളത് ശരിക്കും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഈ അടുത്ത് ഒരു പെൺകുട്ടി സംസാരിച്ചതായിട്ട് കേട്ടത് ഇതാണ്: കല്യാണം കഴിക്കണില്ല കാരണം വേറൊന്നുമല്ല, നമ്മുടെ വീട്ടുകാർക്ക് വില ഉണ്ടാവില്ല. അപ്പോൾ ഒരു 3 പെൺകുട്ടികളാണ്. അപ്പോൾ നമ്മൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മളെ വീട്ടുകാർക്ക് വില ഇല്ല ഉണ്ടാവുക. ആണിൻ്റെ വീട്ടുകാർക്ക് ആവശ്യമില്ലാത്തൊരു പ്രിവിലേജ് കിട്ടുന്നുണ്ട് കല്യാണം കഴിക്കുമ്പോൾ. പിയാപ്പിളിൻ്റെ ആൾക്കാർ വരികയാണ്, പിയാപ്പിളിൻ്റെ ഉപ്പാണ്, പിയാപ്പിളിൻ്റെ ഉമ്മാണ്. എന്താ പെണ്ണിൻ്റെ ഉപ്പക്കും ഉമ്മക്കും യാതൊരു വില ഇല്ലേ? എല്ലാ രൂപത്തിൽ പോണ സമയത്തും പെണ്ണിൻ്റെ വീട്ടുകാരെ പരിഗണിക്കുന്ന അവസ്ഥയിൽ നിന്ന് കുറച്ച് പിന്നിലാണ് നമ്മളെല്ലാവരും. എന്നിട്ട് ആണിൻ്റെ വീട്ടുകാർക്ക് ആവശ്യമില്ലാത്തൊരു പ്രിവിലേജ് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് പലപ്പോഴും ആണുങ്ങളെ വെടക്കാക്കാൻ കാരണമാവുന്നുണ്ട്. തുല്യത വേണ്ടേ? ആണിൻ്റെ വീട്ടുകാർ വരുമ്പോൾ പരിഗണിക്കണമെങ്കിൽ അതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ മികച്ച രൂപത്തിൽ പരിഗണിക്കേണ്ടത് ചിലപ്പം പെണ്ണിൻ്റെ വീട്ടുകാരെയല്ലേ. കാരണം ആ പെണ്ണ് പലപ്പോഴും പല ഇഷ്ടങ്ങളും മാറ്റി വെച്ചിട്ട് വീട്ടിൽ വന്ന് നിൽക്കുന്ന ഒരാളും കൂടിയാണ്. ഇസ്ലാമികമായിട്ടുള്ളൊരു കാഴ്ചപ്പാട് നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണിനാണ് പ്രാധാന്യം കൂടുതൽ കൽപ്പിക്കുന്നത്. അതുകൊണ്ടാണ് മഹർ സിസ്റ്റം ഉള്ളത്. ഒരു പെണ്ണിനെ ഒരാൾ കല്യാണം കഴിക്കണമെങ്കിൽ ആ പെണ്ണ് തീരുമാനിക്കണം, ഈ ആൾ എനിക്ക് എത്ര മഹർ തരണം. എനിക്കത് പറ്റൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മഹറാവൂല. അപ്പൊ ആ പെണ്ണ് എന്താണോ ആഗ്രഹിക്കുന്നത് അത് കൊടുത്താൽ മാത്രമേ ആ പെണ്ണിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിക്കാഹ് ചെയ്യാൻ പോലും ഇസ്ലാമിൽ പറ്റുള്ളൂ. അപ്പൊ അത്രയേറെ വില കൽപ്പിക്കേണ്ട ഒരാളെ കുടുംബത്തിനെയാണ് നമ്മൾ എന്ത് ചെയ്യണത്, അവര് താഴ്ന്നതായിട്ടും മറ്റൊരു പ്രിവിലേജ്ഡ് ആയിട്ടും കാണുന്നത്. ആ സിസ്റ്റം മാറണം കേട്ടോ. എല്ലാവരും തുല്യതയിലേക്ക് വരട്ടെ, അത് കുറച്ചും കൂടി ഭംഗിയുള്ളതാവും.